ഓങ്ങല്ലൂർ വാടാനാകുറിശ്ശിയിൽ വീട്ടുമുറ്റത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. വീട്ടുടമ ജയന്തിയുടെ അമ്മാവൻ കൊണ്ടൂർക്കര സ്വദേശി ചന്ദ്രശേഖരൻ ആണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് ഇയാൾ ഇവിടെ എത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് വാടാനാകുറിശ്ശി പൊയിലൂർ എസ് നിലയത്തിൽ ജയന്തിയുടെ വീട്ടുമുറ്റത്ത് തെങ്ങിൻ ചുവട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടത്. ജയന്തി ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം. രാവിലെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങിയപ്പോഴാണ് ജയന്തി മൃതദേഹം കണ്ടത്. പിന്നീട് അയൽവാസികളെ വിവരം അറിയിക്കുകയും ഇവർ ഷൊർണൂർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. മുറ്റത്തു നിന്ന് കുറച്ച് നോട്ടുകളും ഗുളികയും തൂവാലയും കണ്ടെത്തിയിരുന്നു. കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ജയന്തിയുടെ അമ്മാവൻ ചന്ദ്രശേഖരനാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. രാത്രിയോടെയാണ് പിന്നീട് ബന്ധുക്കളെത്തി ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കുടുംബസ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട് ജയന്തിയും അമ്മാവനായ ചന്ദ്രശേഖരനും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതായി പോലീസ് പറയുന്നു. കുടുംബസ്വത്തായി ഇവർക്ക് ഓങ്ങല്ലൂരിലുള്ള സ്ഥലം ഭാഗം വെച്ച് വീതിച്ചെടുക്കാൻ അവകാശികൾ തീരുമാനിച്ചെങ്കിലും ജയന്തി ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നതായും ഇക്കാര്യം പറഞ്ഞ് ചന്ദ്രശേഖരൻ ജയന്തിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും മരിക്കുന്നതിന് തലേ ദിവസം സുഹൃത്തിനെ വിളിച്ച് താൻ മരിക്കാൻ പോവുകയാണെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നതായും പോലീസ് പറയുന്നു. തിങ്കളാഴ്ച രാത്രി പൊയിലൂരിലെ വീട്ടിൽ എത്തിയ ചന്ദ്രശേഖരൻ ജയന്തിയുടെ വീട്ടിലെ വാതിലിൽ തട്ടിയെന്നും ഇയാളാണെന്ന് മനസ്സിലായപ്പോൾ ജയന്തി വാതിൽ തുറന്നില്ലെന്നും പിന്നീട് ഇയാൾ ശരീരത്തിൽ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുമാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ആന്തരാവയവങ്ങൾക്ക് വരെ തീപ്പൊള്ളലേറ്റതാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്തുപയോഗിച്ചാണ് തീ കൊളുത്തിയതെന്ന് അറിയാനാകൂ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്ത് സംസ്കരിച്ചു.